വണ്ടൂർ സലഫിയ കോളേജ് ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 20 കോടിയോളം ആളുകൾ അനറബി രാജ്യങ്ങളിൽ അറബി ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുണ്ട്. അറബി ഭാഷ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ രാഹിത്യം എന്നൊന്നും ഉണ്ടാവില്ല. നന്നായി പഠിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, താല്പര്യവും വേണം. എങ്കിൽ എവിടെയാ ജോലി? നോക്കൂ, നമ്മുടെയൊക്കെ വിദ്യാർത്ഥിനികൾ ഇപ്പം ഞാൻ ഏതാണ്ട് 30 വർഷം കോളേജിൽ അധ്യാപകനായും പ്രിൻസിപ്പലായും അവസാനം 17 വർഷം പ്രിൻസിപ്പലായും റൗദത്തുൽ അറബി കോളേജ്. എൻ്റെ വിദ്യാർത്ഥിനികൾ മിക്കവാറും ആളുകൾ സർക്കാർ തലത്തിലോ പ്രൈവറ്റ് തലത്തിലോ അറബിക് ടീച്ചേഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. ഇനി അറബിക് ടീച്ചേഴ്സ് ധാരാളമായി അവസരങ്ങൾ വരുന്നു എന്ന് നമുക്കാണ്. റിട്ടയർമെൻറ്റ് ധാരാളം ഉണ്ടാകും. അപ്പോൾ എന്ത് വേണം? യോഗ്യത വേണം. ഇൻ്റർവ്യൂവിൽ ഒരാൾ ഫോൺ ചെയ്ത് പറയാം നമ്മളിവിടെ, എനിക്ക് അവിടെ കോളേജിൽ അധ്യാപകനായി എന്നെ നിശ്ചയിക്കാൻ മാനേജ്മെൻറ്റിനോടൊന്ന് ശുപാർശ ചെയ്യണം. ശുപാർശ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, ഒരു കോളേജിൽ അധ്യാപകനാവുന്നതിന് മാനേജ്മെൻറ്റ് കോളേജിലും അതിന് ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ പ്രതിനിധി, പ്രിൻസിപ്പൾ, യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന ലാംഗ്വേജ് എക്സ്പെർട്ട്, സർക്കാർ പ്രതിനിധി. ഇപ്പോഴും ഈ ഇൻ്റർവ്യൂ വീഡിയോ പിടിക്കണം എന്നാണ്. ഓരോന്നിനും മാർക്കുണ്ട്. ക്വാളിഫിക്കേഷൻ, ഹയർ ക്വാളിഫിക്കേഷൻ, അതുപോലെ പബ്ലിഷ്ഡ് വർക്ക്, പിന്നെ എക്സ്പീരിയൻസ്, ഇതിനൊക്കെ മാർക്കുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം സംഘടിപ്പിക്കുന്ന ആദ്യത്തെ കോൺവെക്കേഷൻ ചടങ്ങാണിത്. കോളേജ് ഡയറക്ടർ യൂസുഫ് അലി സ്വലാഹി ബിരുദദാന പ്രഭാഷണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ M. സുബൈർ, പ്രസിഡന്റ് KA ജബ്ബാർ, സെക്രട്ടറി ജബീബ് സുഖീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ലൈബ വെഡ്ഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.